കാര്യം ചെയ്യാം, നമുക്ക് തിരിച്ച് ഓരോ ഐഡിയ കിട്ടണില്ല. ഈ ഒരു ഇറക്കം ഓർമ്മ ഉണ്ട്. ഈ ഒരു ഇറക്കത്തില് ലെഫ്റ്റ് സൈഡില് ഒരു കുന്നിലാണോ അവന്റെ വീട്. ആ യൂട്യൂബർ അതാ യൂട്യൂബർ ക്ലിയർ ആവുന്നില്ല യൂട്യൂബർ. ഹേ ഓൾ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഷെനു വിവേക്. ഒരു PSC എക്സാം എഴുതാൻ വേണ്ടിയിട്ട് മലപ്പുറത്ത് പോയതായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ ചേട്ടൻ്റെ ഏതോ ഒരു ഫ്രണ്ടിൻ്റെ വീട് അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ വീട് എവിടെയാണെന്നൊന്നും ഒരു പിടി ഉണ്ടായിരുന്നില്ല. കാരണം 10-13 വർഷമായി അങ്ങോട്ട് പോയിട്ട്. ആരും വിളിച്ചിട്ടാണെങ്കിൽ ആരും ഫോൺ എടുക്കുന്നുണ്ടായില്ല. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് കണ്ടുപിടിക്കാനും പറ്റിയില്ല. വരുന്ന വഴി എന്തായാലും നമ്മുടെ കണ്ട വഴിക്കൂടിയൊക്കെ കയറി എത്തിയിട്ടുണ്ട്. എന്തോ ഭാഗ്യത്തിന് കറക്റ്റ് വീട്ടിൽ തന്നെയാണ് കേട്ടോ കയറി ചെന്നത്. അവിടെ ഒരു കുഞ്ഞു വാവേൻ്റെ. അപ്പോൾ നമ്മളൊരു ചെറിയ ഡ്രസ്സും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ സർക്കാരെ എല്ലാ ഊടുവഴിത്തെ റോഡ് നന്നാക്കിയതുകൊണ്ടേ ഇപ്പൊ അറിയണില്ല എവിടാണ് റോഡ് എന്ന്. കാരണം ഈ ഊടുവഴിത്തെ എല്ലാ റോഡും നോക്കി അടിപൊളിയായിട്ട് നന്നാക്കി ധരിച്ചാലും ഡ്രെയിനേജ് വരെ കണ്ടു വെച്ചിരിക്കുക. സൈഡ് കോൺക്രീറ്റ് ഇട്ടിട്ട് ഇപ്പൊ നമുക്കല്ലേ ഒരു 5 വർഷം പോയ റോഡ് കൂടെ ഇപ്പോൾ ആദ്യമായിട്ട് പോകുമ്പോൾ നമുക്ക് റോഡ് സ്ഥലം കണ്ടാൽ തിരിച്ചറിയാതെ ആയിക്കണ്. ഇപ്പോൾ ഇവിടെ എവിടെയോ ആണോ എൻ്റെ വീട്, പക്ഷെ എനിക്കൊരു ഐഡിയ കിട്ടണില്ല ഇതിലെ പോകണമെന്ന്. ഈ റോഡ് കണ്ടിട്ടേ എന്താലേ ന്യൂയോർക്ക് നഗരത്തിന്റെ പരിധിയിൽ നിന്നും പോയ ഏതോ കുഗ്രാമത്തിലൂടെ യാത്ര ചെയ്യുന്ന ഒരു ഫീല് നോക്കിയാ. ആ വീടൊക്കെ ഒന്നും എനിക്കൊരു ഓർമ്മ കിട്ടില്ല. അതൊക്കെ പുതിയതാണ് വീട് കേട്ടോ. ഇവിടെയൊക്കെ കയറ്റം ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ലാലുവിനെ വിളിച്ചിട്ടാണോ ഫോൺ എടുക്കണില്ല, നീതുവിനെ വിളിച്ചിട്ട് ഓളും ഫോൺ എടുക്കണില്ല. ആരെങ്കിലും ഒരാൾ ഫോൺ എടുക്കുകയാണെങ്കിൽ ലൊക്കേഷൻ അയച്ചുതരാൻ പറഞ്ഞ സുഖമായിരുന്നു. ഈ ഒരു വളവ് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ചെറിയൊരു റോഡായിരുന്നു, വീതിയില്ലാതെ. ഒരു ഓട്ടോക്ക് പോകാൻ പറ്റുന്ന വീതി ഉള്ളായിരുന്നു ഈ റോഡിന് ആദ്യം. ഇതിന്റെ വീതി നോക്കിയപ്പോ എന്താ ഇവിടുന്ന് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. താഴോട്ടാണോ മേലോട്ടാണോ? നമുക്കൊരു കാര്യം ചെയ്യാം, താഴെ കണ്ട് വിട്ടോക്കാം. ഇതുപോലത്തെ റോഡാണല്ലോ എല്ലായിടത്തും. റോഡ് കുണ്ടും കുഴിയും ഇല്ലാതെ ആണെങ്കിൽ പോവാനായിട്ട് സുഖം. അതെ അതെ, അത് ഇനി സർക്കാർ എന്ന് പറയണ്ട. ഇനി ഒരു 5 വർഷം കൂടി പിണറായി സർക്കാർ ഭരിക്കുകയാണെങ്കിൽ ഇല്ലൊരു വികസനം ആലോചിച്ച് നോക്കിയാ. ഇപ്പൊ 10 വർഷത്തിനുള്ളിൽ കൊറോണ നിപ്പിം വന്നപ്പോ ഓല് ഇത്രയും റോഡ് സെറ്റപ്പ് ആക്കി. ഇനി ഒരു 5 കൊല്ലം കൂടി ഓൽക്ക് ഭരിക്കുകയാണെങ്കിൽ സ്ഥലം നോക്കാം. ഇനി ഒരു 5 കൊല്ലം കൂടി ഓൽക്ക് തുടർഭരണം കിട്ടുകയാണെങ്കിൽ എത്രത്തോളം വികസനം ഉണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ തന്നെ കണ്ടില്ലേ ഇതൊക്കെ നോക്ക്. ഒരു ഐഡിയ ഇല്ല ഇവിടെ എവിടെയാണെന്ന്, എവിടെ എത്തിന്ന്. LP സ്കൂൾ, ഇങ്ങനെ ഒരു സ്കൂൾ എനിക്ക് ഓർമ്മ കേട്ടോ. LP സ്കൂളിന്റെ ഒരു ഭംഗി നോക്ക്. എന്താലേ, ഞാൻ വിചാരിച്ചൊരു ലക്ഷറി ഓഡിറ്റോറിയം ആണെന്ന്. ഗവൺമെന്റ് സ്കൂളാ? ആ ഗവൺമെന്റ് LP സ്കൂളാണത്. എന്താ സ്റ്റൈലല്ലേ. ഇവിടെയൊക്കെ ഒരു ഐഡിയ കിട്ടണം കേട്ടോ. ചോദിച്ചു പോവാ. അതിനവിടെ അച്ഛന്റെ പേരറിയില്ലല്ലോ. ലാലു പറഞ്ഞ അവിടെ ആർക്കും അറിയില്ല. ലാലുവിന്റെ ശരിക്കും പേര് ചെറുപുത്തൂർ സർക്കാർ മാതൃക ഹോമിയോ ഡിസ്പെൻസറി, ഹോമിയോ ഹോസ്പിറ്റൽ നോക്കണി. ഒരു കാര്യം ചെയ്യാം, നമുക്ക് തിരിച്ച് ഓരോ ഐഡിയ കിട്ടണില്ല. ഈ ഒരു ഇറക്കം ഓർമ്മ ഉണ്ട്. ഈ ഒരു ഇറക്കത്തില് ലെഫ്റ്റ് സൈഡില് ഒരു കുന്നിലാണോ അവന്റെ വീട്. ഓർമ്മ ശരിയാണെങ്കിൽ ഇങ്ങനെ ഒരു ഇറക്കത്തിലാണ് അവന്റെ വീട്. ഓർമ്മയ്ക്കൊക്കെ ക്ഷേത്രം സംഭവിച്ചിരിക്കുന്നു. യെസ്, ആക്കണ ആ വീട്. ആ നീല പെയിന്റ് അടിച്ച വീട് ആയിരിക്കും. അന്നും ഒരു നീല പെയിന്റ് തന്നെയായിരുന്നു. ക്ലിയർ ആവുന്നില്ല യൂട്യൂബർ. അതാ അച്ഛമ്മണ്ടല്ലോ അവിടെ. യൂട്യൂബർ വേറെ അച്ഛമ്മ
അപ്പോൾ അത്രേ ഉള്ളൂ. എന്തായാലും എല്ലാവരും ഹാപ്പിയായി. ടാറ്റാ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.